കഴിഞ്ഞ വീഡിയോയിൽ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോ ആണ് ഇത്. അനിയത്തിയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ 5 മിനിറ്റ് ദൂരം മതി ഇവിടെ എത്താൻ. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ 2 കിലോമീറ്റർ ദൂരം വേണം ഇവിടെ എത്താൻ. അങ്ങനെ ഞാനും മോളും അനിയത്തിയും വീട്ടുകാരെല്ലാവരും കൂടെ അമ്പലത്തിലെത്തി. അവിടെ ഒരു വലിയ ആൽമരം കണ്ടു. വർഷങ്ങൾ പഴക്കമുള്ള ആൽമരമാണത്. ഇവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പുറത്തുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ അമ്പലത്തിനകത്ത് ഒരു ആമ്പൽ നട്ട് വളർത്തിയിട്ടുണ്ട്. നല്ല നീല കളറിലുള്ള ആമ്പലാണ്. അതിമനോഹരമായ ഈ കാഴ്ച നല്ല രസമാണ് കാണാൻ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. 1000-ലധികം വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അതിമനോഹരമായ അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. ഈ കുളം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം കൊണ്ടുണ്ടായ കുളമെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കുളത്തിനെ ചക്രതീർത്ഥ കുളം എന്ന് അറിയപ്പെടുന്നത്. ഈ അതിമനോഹരമായ കാഴ്ച, നല്ല തണുത്ത കാറ്റും, ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടു. അതെനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവിടെയുള്ള ആൾക്കാർ അവിടെ നിന്നാണ് കുളിക്കുന്നത്. ഞങ്ങൾ കണ്ടു സോപ്പും മെഴുക്കും എല്ലാം അമ്പലക്കുളത്തിലേക്ക് പോകുന്നത്. അത് മനോഹരമായ ഈ പവിത്രമായ ഈ കുളം ഇത് അതുപോലെ സൂക്ഷിക്കുക. കാരണം നമ്മൾ കുളിക്കേണ്ട സ്ഥലം ഇതല്ല. നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ കുളിക്കണം. ഇത് അമ്പലത്തിൻ്റെ നല്ല പവിത്രമായ നല്ല പുണ്യമായ ഈ കുളത്തെ അതുപോലെ സൂക്ഷിക്കുക. കാരണം മദ്യക്കുപ്പിയൊക്കെ കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഈ അമ്പലക്കുളത്തിൻ്റെ സൈഡിലാണ്. ഈ കാഴ്ചയൊന്നും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായാൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറ്റുമെങ്കിൽ ആ അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ മദ്യക്കുപ്പി ഉപേക്ഷിക്കാതെ ആ സൈഡിലൊക്കെ തുളസി ചെടികൾ വച്ച് പിടിപ്പിച്ച് ആ ഭഗവാന്റെ പുണ്യമായ സ്ഥലത്തെ അത്രയധികം നിങ്ങൾ സൂക്ഷിക്കുന്നു, നമുക്ക് അത്രയധികം നല്ലത് മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ 50-ലധികം പടിക്കെട്ടുകളുണ്ട് അമ്പലത്തിലെത്തുവാൻ. ആ പടിക്കെട്ടിൻ്റെ താഴെയായിട്ട് അമ്പലത്തിലെ കുളം കാണാൻ പറ്റും. അത് ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാഴ്ച കണ്ടില്ലേ? ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്നും വരുന്ന അതിശുദ്ധമായ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വെള്ളം ഇവിടുന്ന് ധാരാളം ആൾക്കാർ ബോട്ടിൽ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. ഈ പുണ്യമായ വെള്ളവും ഈ മനോഹരമായ കാഴ്ചയും കാണേണ്ടത് തന്നെയാണ് ഈ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ. നിങ്ങൾ വരികയാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. അത്രയ്ക്കും നല്ല മനോഹരമായ കാഴ്ചയാണിത്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പാപനാശം ബീച്ച് വരുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ എന്തു പറയാൻ. മഹാവിഷ്ണുവിൻ്റെ 2ാമത്തെ അവതാരമായ കൂർമ്മത്തെ നമുക്കിവിടെ കാണാൻ പറ്റി. അവിടെ ഒരു സ്ത്രീ കണ്ടില്ലേ? അതിന് ആഹാരം എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ എന്തു പറയാൻ. ഇത് കാണാനുള്ള ഭാഗ്യം എനിക്കും കുട്ടികൾക്കും ഉണ്ടായി. ഹരേ രാമ ഹരേ കൃഷ്ണ.